ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ ആളുകളെ കളിപ്പിക്കുകയാണ്, ആളുകളെ കബളിപ്പിക്കുകയാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഒരു പിൻവലിക്കലും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ, കബളിപ്പിക്കുകയല്ലേ. അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല 3-4 മാസം. ഇലക്ഷൻ ആകുമ്പോഴേ വീട്ടിൽ കൊണ്ടേ കൊടുക്കുക, എല്ലാവരും ഒരുമിച്ച്. ഇത് സ്ഥിരം പരിപാടിയാണ് CPM-ന്റെ. ഉറപ്പായിട്ട് പോകും. അതെന്താണെന്നറിയാമോ, നമുക്കിപ്പോ ഞാൻ പറയാം, അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ട് പറയാം. നമ്മൾ പെൻഷൻ ആളുകൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അവർക്ക് ആ വീട്ടിൽ അവർക്ക് കിട്ടാനുള്ള തുക കിട്ടിയതിനെ നമ്മൾ എതിർക്കണേ എങ്ങനെ? ഇലക്ഷൻ ആയതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റും. പാവപ്പെട്ട ഒരു പട്ടിണിയും പരിവട്ടവും ഇതിനു വേണ്ടി കാത്തു നിൽക്കുക. ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അത് കൊടുക്കരുത്? ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ആലോചിച്ച് കൊടുക്കരുത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ അത് രാഷ്ട്രീയമായി മുതലെടുത്ത് ആ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും മുതലെടുക്കുകയാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. നമ്മൾ കൊടുക്കരുത് നമ്മൾ പറയില്ല, കാരണം കാത്തിരിക്കുകയല്ലേ. നമ്മളൊക്കെ സങ്കടം പറയുന്നു. എത്ര പേരെ വിളിച്ച് ഇത് കിട്ടുന്നില്ല. ഈ ക്ഷേമനിധി പെൻഷൻ, ക്ഷേമനിധികളെ തകർത്തില്ലേ ഗവൺമെന്റ്? കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർ, അവരുടെ അംശാദായ അടച്ച പൈസ 20 മാസമായി ഒന്നും കിട്ടുന്നില്ല, അത് തകർന്നു. എത്ര ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഈ സർക്കാർ പൈസ കൊണ്ടുപോയിട്ടുണ്ട്? ക്ഷേമനിധികളിൽ നിന്ന് എടുത്തിട്ട് ശമ്പളം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ തൊഴിലെടുക്കുന്ന എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്ന് ഞാൻ അംശാദായ അടച്ച് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ പറയാ ഇല്ലന്ന്, പൈസ ഇല്ല, ഖജനാവിൽ പൈസ ഇല്ലെന്ന് പറയാ. എത്ര 6-7 ക്ഷേമനിധികളാണ് കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇതുപോലെ ക്ഷേമനിധികളിൽ നിന്ന് ഗവൺമെന്റ് 2500 കോടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേമനിധിയുടെ സാമ്പത്തിക സ്ഥിതി ബാധിക്കും. ഏറ്റവും പാവപ്പെട്ടവനാണ്. ഒരു കാര്യം കൂടി മനസ്സിലായിക്കൊള്ളാം, അവൻ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. ഒന്നുകിൽ ക്ഷേമനിധി പെൻഷൻ, അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് രണ്ടും കിട്ടുമായിരുന്നു. അപ്പൊ മറ്റേ പെൻഷനും ഇല്ല, ഈ പെൻഷനും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോവാണ്. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ഉൾപ്പെടെ 1 കോടി ആളുകൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ. 1 കോടി ആള്. അല്ലല്ല, അങ്ങനെയല്ല, അത് ആളുകളെ കളിപ്പിക്കുന്ന രീതിയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പൈസയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാള് ഒരു കടം തരാനുണ്ട്, കുറേ പൈസ, എന്ത് ചെയ്തിട്ടും തരുന്നില്ല. അപ്പം അവർക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് തൊട്ട് പെട്ടെന്ന് കൊണ്ട് തരുവാണ്, നമുക്ക് കൊണ്ട് തരും. അപ്പൊ തരുമ്പോൾ നമുക്ക് അവരോടൊരു ഇത് വരില്ല, തന്നല്ല എന്ന്, അത്രേ ഉള്ളു. അതൊരു കാപട്യമാണ്, കബളിപ്പിക്കലാണ്. പാവപ്പെട്ടവന്റെ ഒരു ദൈന്യതയെ മുതലെടുക്കുക. നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി പ്രസ്താവിച്ചതാണ് കഴിഞ്ഞ വർഷം 2 ടേമിന്റെ കുടിശ്ശികയിൽ ഈ വർഷം 3 ടേമിന്റെ അതിന്റെ കുടിശ്ശികയാണ് തീർക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് നേരത്തെ മുൻകൂട്ടി വരും, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്നാണ് ധനമന്ത്രി തന്നെ ചോദിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കണ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ വെച്ചും പറഞ്ഞല്ലോ, കേരളത്തിൽ ധനപ്രതിസന്ധി ഇല്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്. ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വികസന വിരുദ്ധനാണ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ എണ്ണി പറഞ്ഞല്ലോ കൺവെൻഷനിൽ 1.5 ലക്ഷം കോടിയോളം രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് സർക്കാർ. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല. സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ ശമ്പളം കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. ആശുപത്രി മരുന്ന് കമ്പനികൾ 30% വില വർദ്ധിപ്പിച്ചു. എന്താ കാര്യം? സർക്കാർ പൈസ കൊടുക്കാത്തതുകൊണ്ട്. നമുക്ക് ഒരു സാധനം സപ്ലൈ ചെയ്താൽ കൃത്യമായി പൈസ കിട്ടില്ല എന്ന് കണ്ടാൽ സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കും സപ്ലൈ ചെയ്യുന്നത്. കാരണം അവർക്ക് ഇനി ഇത്തിരി വൈകി കിട്ടിയാലും മതി എന്നുള്ള രീതി. പക്ഷെ 30% വില വർദ്ധിപ്പിച്ചു മരുന്നിന്റെ വില. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയതാണ്, പറയാതിരിക്കാൻ പാടില്ല. LCT ചാർജ് 3 പ്രാവശ്യം കൂട്ടിയാലും നവംബറിൽ ഒരു ഉത്തരവ് വന്നപ്പോൾ ഏപ്രിലും കൂടി കൂട്ടിക്കൊണ്ടാണ് ഉത്തരവ് വന്നു. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒറ്റ ഉത്തരവിൽ നവംബറിൽ കൂട്ടി. ഇപ്പൊ വീണ്ടും LCT ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എഴുതിയിരിക്കുക 1 യൂണിറ്റിന് 32 പൈസ കൂടി വർദ്ധിപ്പിക്കണം. രഹസ്യമാക്കി വെച്ചിരിക്കുക.
ഒരു യൂണിറ്റിന് 32 പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എൽസിറ്റി ബോർഡ് എഴുതിയേക്കുക. അപ്പൊ 6 മാസത്തിനുള്ളിൽ എത്രാമത്തെ വർധനവ? എന്താ കാര്യം? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള ഉത്തരവുണ്ടായി, എഗ്രിമെന്റ് വെച്ചു. നമ്മുടെ ഗവൺമെന്റും ഈ ഗവൺമെന്റ് 7 കൊല്ലം ഇത് വാങ്ങിച്ചു. 2 വർഷം മുമ്പ് പെട്ടെന്ന് ബോധോദയം ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു ആ കരാർ കട്ട് ചെയ്തു, റദ്ദാക്കി. അദാനിയുടെ കമ്പനിയിൽ നിന്ന് കറണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റദ്ദാക്കിയത്. അദാനിയായിട്ടുള്ള ഡീലാണ്, അദാനി കമ്പനിയായിട്ടുള്ള ഡീലാണ് ഉറപ്പാക്കിയത്. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്ക് ഇപ്പോൾ വൈദ്യുതി മേടിക്കണമെന്നറിയാം? 8 രൂപ മുതൽ 12 രൂപ. വൈദ്യുതി ബോർഡിന് ഒരു ദിവസത്തെ ആവറേജ് കടം 20 കോടി വെച്ച് വരുവാണ്. അത് തന്നെ ഇപ്പൊ തന്നെ 1000 കോടി 2000 കോടിയിലേക്ക് കടക്കുകയാണ്. 1000 കോടിയിൽ നിന്ന് 2000 കോടിയിലേക്ക് കടക്കുകയാണ്. ഈ കരാർ റദ്ദാക്കിയത് കൊണ്ട് മാത്രം. ഈ ആര്യാട സാറാണ് ആ കരാർ ഉണ്ടാക്കിയത്. 25 കൊല്ലത്തേക്ക് 4 രൂപ 29 പൈസ യൂണിറ്റിന്. 7 കൊല്ലം കഴിഞ്ഞ് ഒറ്റ റദ്ദാക്കല്. എന്നിട്ട് 8 രൂപയ്ക്കും 12 രൂപയ്ക്കും മേടിക്കാം. കൊള്ളയിലത് കൊള്ള. ഈ സർക്കാരിനെതിരായിട്ട് അഴിമതി ആരോപണമൊന്നും ഇല്ലല്ലോ. ഇത് മതിയല്ല. 4 രൂപ 29 പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി 8 രൂപ തൊട്ട് 12 രൂപ വരെ യൂണിറ്റിന് മേടിച്ച് 100 കണക്കിന് കോടി രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയിട്ട് എത്ര കമ്മീഷൻ കിട്ടി? അത് പറ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താങ്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം PVNന്റെ ഭാഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 ദിവസമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ UDF നേതൃത്വത്തിനെതിരെ വിമർശനമില്ല. മറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് മുഖ്യമന്ത്രി ഒറ്റുകാരനാണ്, PS അച്യുതാനന്ദനെ വഞ്ചിക്കുകയും ഒറ്റുകയും ചെയ്ത് അങ്ങനെയാണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത് എന്നാണ്. അപ്പോ ഈ ഭയപ്പെടുത്തുകയാണോ PVN? നോ കമന്റ്സ്. ആ ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്താണ്. നോ കമന്റ്സ്. ഈ ഒരേ വിഷയം തന്നെയാണ് UDF-ഉം PVN വോട്ട് വിഘടിക്കുമോ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഇനി നോ മോർ കമന്റ്സ്. കാരണം താങ്കൾ ഈ കരുവേപ്പില പോലെ വലിച്ചെറിയുന്നു പിണറായി വിജയൻ പറയുന്നു, താങ്കൾ അത് പിന്നീട് ചെയ്യുന്നു. ഇത് താങ്കൾ അദ്ദേഹവും തമ്മിലുള്ള ഒരു നെക്സസ്, ഒരു പൊളിറ്റിക്കൽ നെക്സസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പരസ്പരം അറിഞ്ഞുള്ള ഇടപാടുകളാണെന്നാണ് ആരോപിക്കുന്നത്. അതിന് താങ്കൾക്ക് ഉത്തരം പറയേണ്ടതില്ല. ഉത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല. UDF-ന്റെ തീരുമാനമാണ്, യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ് UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിച്ചത്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, UDF-നാണ്. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ചൊന്നും കമന്റ്സ് ഇല്ല, ഒരു കമന്റ്സും ഇല്ല. അതില്ല. അത് ആരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളില്ല. ഞങ്ങൾ ഇത് UDF-ഉം LDF-ഉം തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിക്കണ്ട. ആര് വിചാരിച്ചാലും അതിന്റെ അപ്പുറത്തോട്ട് ഞങ്ങൾ പോകില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളാണ് UDF ഉയർത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും PVN സമാന വിഷയം. അങ്ങനെയെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോയില്ലേ? ഇവിടെ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ വോട്ടും ഒരെണ്ണം പുറത്തു പോവില്ല. അത് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവർക്ക് 2 കൂട്ടരുണ്ട്. ഒന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട്, 2 സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി വോട്ട്. അല്ലെ, ആന്റി ഇൻകംബൻസി വോട്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്ന വോട്ടാ. അത് ഞങ്ങൾക്കല്ലാതെ വേറെ ആരെങ്കിലും. രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയല്ലേ ആന്റി ഇൻകംബൻസി എന്ന സർക്കാരിനോടുള്ള പ്രതിഷേധം, ദേഷ്യം അല്ലെ, അത് വേറെ ആർക്കെങ്കിലും കൊണ്ടേ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യേണ്ടത് UDF-നല്ലേ. വേറെ ഒന്നാമത്തെ ഇവിടെ BJP പോലും ഇറലവന്റ് ആണ്. BJP പോലും മത്സരരംഗത്തില്ല, ഇവിടെ ഇറലവന്റാണ്. അപ്പോൾ UDF-ഉം LDF-ഉം തമ്മിലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുമ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ വോട്ട് LDF-ന് UDF-നല്ലാതെ, LDF-നെതിരായ വോട്ട് UDF-നല്ലാതെ ആരെങ്കിലും ചെയ്യും? അത്ര രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തവരാണോ നിലമ്പൂരിലെ വോട്ടർമാർ? നമ്മളെക്കാൾ എല്ലാവരും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അറിയാം എവിടെ വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഭൂരിപക്ഷം കാണുമ്പോൾ നോക്കിയോ. അപ്പൊ എല്ലാ സംശയവും സർക്കാരിനെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നില്ലേ? UDF-ൽ ഇല്ലാത്ത ആളുകൾ വിമർശിക്കുന്നില്ലേ? UDF-ന്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിക്കുന്നില്ലേ? LDF-ന്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിച്ചില്ലേ?
ഇപ്പൊ ഞാൻ ആശാ സമരത്തെ കുറിച്ച് പറഞ്ഞു. സംഗീത അക്കാദമി ചെയർമാനിലെ സാഹിത്യ അക്കാദമി ചെയർമാനിലെ സച്ചിദാനന്ദ സാറ് ഒരു ഇടത് സഹയാത്രികനായി അറിയപ്പെട്ടിരുന്ന ആളല്ലേ. അവരുടെ ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലെ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ക്ഷേമ പെൻഷൻ ഉപയോഗിക്കുകയാണ് LDF സർക്കാർ എന്നതടക്കമുള്ള ആരോപണങ്ങളിലേക്ക് കൂടി കടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അത് ആവർത്തിക്കുകയായിരുന്നു വി ഡി സതീശൻ. മറ്റു